മുടിയാൻ പറഞ്ഞവനെ എടാ നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ലടാ. വേണ്ട, പക്ഷെ എന്റെ ജീവിതകഥ ഈ നാട്ടിലെ അച്ഛനമ്മമാർക്ക് ഒരു പാഠമായിരിക്കണം. ഞാൻ എങ്ങനെയൊരു തേങ്ങാമോഷ്ടാവായി ഇന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാടാ. നിന്റെ അച്ഛനിങ്ങ് വരട്ടെ. വരട്ടെ, എന്റെ അച്ഛൻ എന്ന് പറയുന്നത് വരട്ടെ, കംപ്ലീറ്റ് ആയിട്ട് വരട്ടെ. പ്രായപൂർത്തി ഓട്ടവാശമുള്ള ഒരു ചെറുപ്പക്കാരന്റെ ആവശ്യങ്ങൾ എന്തെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ആ മനുഷ്യനെ ഉണ്ടല്ലോ ഞാനും ഒന്ന് കാണാനിരിക്കുക. അയ്യോ പോയോ ഈശ്വര, ഇങ്ങനെ ഒരുത്തനാണല്ലോ എന്റെ വയറ്റിൽ ജനിച്ചത്. തേങ്ങ ആയിരിക്കും. അല്ല, പശുവിൻ നെയ്. വേണ? വേണ്ട. അല്ല, കുറച്ച് കൊണ്ടുപോ. വേണ്ട വേണ്ട. അയ്യാണ്. ഒന്നുമില്ലേ? എന്തോന്ന്? കയ്യിലൊന്നും ഇല്ലെന്ന്. വല്ല തേങ്ങയോ കുരുമുളകോ കശുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തോണ്ട് വന്നാൽ മതി. അയ്യ, നിന്നെ പോലെ കള്ളനായി ജീവിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഞാൻ നല്ലവനാകാൻ തീരുമാനിച്ചു. ഓഹോ, എന്നാ ഞാൻ വരട്ടെ. എന്റെ കൂടെ നടന്ന് നിന്റെ സൽപ്പേര് കളയണ്ട. അല്ല, കൂടെ നടക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. എന്റെ കയ്യിലുള്ളത് കളവ് മുതലാണ്. 3 തേങ്ങ. ഇത് വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് ചായ വാങ്ങിത്തന്നാ നീ കുടിക്കൂ? കുടിക്കാം. കുടിക്കൂ? അത് കുടിക്കും. എന്നാ വാ, കുടിപ്പിക്കാം കേട്ടാ. വാ, നിന്നെ ഞാൻ ഇന്ന് കുടിപ്പിക്കാം. അമ്മേ, എന്തോ മോനെ ഇത്രയും വൈകിയത്? ഇന്നലെ വരുന്ന ഞാൻ വിചാരിച്ചത്. പോരുന്ന വഴിക്ക് വേറെ 1-2 ഇന്റർവ്യൂകൾ ഒത്തുകിട്ടി. യാത്രക്കൂലിയെങ്കിലും ലാഭമാണേ. എന്തായി മോനെ? ഇന്റർവ്യൂ ഗംഭീര വിജയമായിരുന്നു അമ്മേ. ഇന്ത്യയുടെ തലസ്ഥാനം ഏത്, ഒറീസ മുഖ്യമന്ത്രി ആര്, ഇതിനൊക്കെ ഞാൻ ചുട്ട മറുപടി കൊടുത്തു. പക്ഷെ ജോലി കിട്ടില്ല. എനിക്ക് ജോലിയിൽ മുൻപരിചയം ഇല്ലാത്രേ കഴുതകള്. ജോലി കിട്ടാതെ എങ്ങനെയാ മുൻപരിചയം ഉണ്ടാക്കി കൊടുക്കുന്നത്? നിന്നെ പറ്റി എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു എന്റെ അച്ഛന്. ഞാൻ ശ്രമിക്കാഞ്ഞിട്ടാണോ ജോലി കിട്ടാത്തത്? ഈശ്വര വിചാരം ഒന്നുണ്ടോ നിനക്ക്? ഈശ്വരനോ? അതാരാ? അച്ഛതാ. അല്ല, അമ്മ ഒന്ന് പറഞ്ഞതാ. അമ്മ വലിയ ഭക്തയാണല്ലോ. അമ്മയുടെ എന്റെയും ജീവിതത്തിൽ ഏതൊക്കെ ഘട്ടങ്ങളാണ് ഈ ഈശ്വരന്റെ സാന്നിധ്യം അനുഭവപ്പെട്ടിട്ടുള്ളത്? ഈശ്വരൻ പോലും. അധിക പ്രസംഗം വേണ്ട കേട്ടോ. BA MA ഒക്കെ പാസ്സായത് ഈശ്വര അനുഗ്രഹം ഇല്ലാണ്ട. എന്തോ? അപ്പൊ ഞാൻ ഉറക്കം വെച്ചിരുന്ന് പഠിച്ചതോ? എന്നിട്ട് ക്രെഡിറ്റ് ഈശ്വരനോ? അങ്ങനെ ഇപ്പൊ ഈശ്വരൻ സൂഹിക്കണ്ട. ഞാൻ ചോദിക്കട്ടെ, അമ്മയ്ക്ക് അവകാശപ്പെട്ട 5 ഏക്കർ തെങ്ങുംപുരയിടം തട്ടിയെടുത്ത അമ്മാവിനെ ഈ പറയുന്ന ഈശ്വരൻ എന്ത് ചെയ്തു? ശിക്ഷിച്ചോ? അയാളെ സൂഹിക്കാൻ വിട്ടിട്ട് ഒരു തെറ്റും ചെയ്യാത്ത നമ്മളെ നിത്യദാരിദ്ര്യത്തിലേക്ക് തള്ളിവിട്ടില്ലേ? പോരുന്ന വഴിക്ക് ഞാൻ കണ്ടു ബോർഡും ബാനറും ഒക്കെ. ശ്രീ KP തങ്കപ്പൻ നായർ റോഡ് ഉദ്ഘാടനം ചെയ്യുന്നു. വരട്ടെ, അയാളെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. അച്യുതാ, അദ്ദേഹം നിന്റെ അമ്മാവനാ, മറക്കണ്ട. മറക്കാനോ? എപ്പോഴും ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. ഇളയൊന്നും വെട്ടി തള്ളല്ലേ? നീ എന്തോ ജോലി അന്വേഷിച്ചു പോയെന്നോ മറ്റോ കേട്ടല്ലോ. ശരിയായോ? ഇല്ല. ഈ അന്വേഷിച്ചു പോക്കിന് തന്നെ കാശ് ഒത്തിരി കളഞ്ഞു കാണൂല്ലേ? വീടും പറമ്പും പണയത്തിലാണ്. അത് ഞാൻ പണ്ടേ പറയാറുള്ളതാ. ഇക്കാലത്ത് ഈ MA യും BA ഒന്നും പാസ്സായിട്ട് ഒരു കാര്യവുമില്ല. ഞാനെന്താ നന്ദിനിക്കുട്ടി അധികം പഠിപ്പിക്കാതിരുന്നത്? ഉറപ്പായിട്ടും പാസ്സാവില്ല എന്ന് മനസ്സിലായോണ്ടാവും. അതുകൊണ്ടൊന്നുമല്ല, ഡിഗ്രിക്കൊന്നും ഒരു വിലയുമില്ല എന്ന് എനിക്ക് മനസ്സിലായി. നന്ദിനി 5-6 തവണ പ്രീ ഡിഗ്രി എഴുതിയെന്നാണ് എന്റെ ഓർമ്മ. അതവിടെ തള്ളയുടെ നിർബന്ധം കൊണ്ടാ. തന്നെയല്ല, എഴുതി കൈയക്ഷരമെങ്കിലും നന്നായിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ആട്ടെ, നിനക്ക് ഈ ഗവൺമെന്റ് ഉദ്യോഗം തന്നെ വേണമെന്ന് എന്താ ഇത്ര നിർബന്ധം? ചെറുപ്പക്കാരായ എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാകണം. ആ കനാല് പണിക്ക് കരിങ്കല്ല് ചുമക്കുന്നവർക്ക് ഒരു ദിവസത്തെ കൂലി എന്താണെന്നറിയാമോ? 25 രൂപ. നല്ല ആരോഗ്യം ഉണ്ടല്ലോ. 25 രൂപ കിട്ടിയാൽ എന്താ മോശമാണോ? കരിങ്കല്ല് ചുമക്കാൻ പോയാലോ എന്ന് ആലോചിച്ചതാ. പക്ഷെ ഇത്രയും കാശ് മുടക്കി പഠിച്ചിട്ട് കരിങ്കല്ല് ചുമക്കാൻ പോയാൽ നാട്ടുകാരെന്തോ പറയാന്ന് വിചാരിച്ചിട്ടാ. നാട്ടുകാരോട് പോകാൻ പറ. ഒരുത്തൻ രക്ഷപ്പെടുന്നത് കണ്ടുകൂടാത്ത ചെറ്റകള്. നേരാ, അമ്മാവൻ പറഞ്ഞത് ശരിയാ. ഈ നാട്ടുകാർ വേറും ചെറ്റകളാ. അല്ല, ഇപ്പൊ അമ്മാവനെ പറ്റി തന്നെ എന്തൊക്കെ തോന്നിയ സംഘങ്ങളാ പറഞ്ഞു നടക്കുന്നത്. എന്നെ പറ്റി? അതെ, എന്നെ പറ്റി എന്താ ഇത്ര പറയാറുള്ളത്?
അപ്പൂപ്പൻ എന്റെ അമ്മയുടെ പേർക്ക് എഴുതി വെച്ചിരുന്ന 5 ഏക്കർ തെങ്ങും പുരയിടം അമ്മാവൻ തട്ടിയെടുത്തു പോലും. ഏതാണ് ഇത് പറഞ്ഞത്? നാട്ടുകാര് ചെറ്റകള്. നീ നിന്റെ തളയോട് ചോദിച്ചില്ലേ? ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു അതൊക്കെ വെറുതെ ആണെന്ന്. ആ സത്യം. തറവാട്ടിലെ വെറും ഒരു കാര്യസ്ഥനായിരുന്നല്ലോ നിന്റെ അച്ഛൻ. കുടുംബത്തിലെ ഏക പെൺസന്തതിയായിരുന്ന നിന്റെ അമ്മ, അതായത് എന്റെ ഒരേ ഒരു പെങ്ങള്, ഒരു കാര്യസ്ഥനോട് ഇറങ്ങിപ്പോകാൻ പോകണമെന്ന് അറിഞ്ഞപ്പോഴുണ്ടായ മനോവേദന ഇന്നും മാറിയിട്ടില്ല ചുതാ. സ്വത്തിനേക്കാളും പണത്തെക്കാളും വലുത് സ്നേഹമാണെന്ന് പറഞ്ഞ് അവളെല്ലാം എന്റെ പേർക്ക് എഴുതി വെച്ചിട്ട് ഇറങ്ങിപ്പോയി. മനസ്സിലായോ നിനക്ക്? ഓഹോ, അപ്പൊ അങ്ങനെയൊക്കെയാ കാര്യങ്ങള്. ആ അമ്മാവൻ പറഞ്ഞ പോലെ ഈ നാട്ടുകാര് ചെറ്റകളാ. അവരെന്തൊക്കെയാ പറയുന്നെന്ന് അറിയാമോ? സ്വത്തൊക്കെ അമ്മാവന്റെ പേർക്ക് എഴുതി വെക്കാതെ എന്റെ അമ്മയുടെ കല്യാണം നടത്താൻ അമ്മാവൻ സമ്മതിച്ചില്ല എന്ന്. നീ അത് വിശ്വസിക്കുന്നുണ്ടോ? ഹേയ്, അമ്മാവൻ അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കറിയില്ലേ. ആ എന്നാ പിന്നെ ഞാൻ നടക്കട്ടെ അമ്മാവ. അമ്മായിയും കൂടെ ഒന്ന് കാണണം. ആ അമ്മയോട് കാപ്പിയോ ചായയോ എന്താ വെച്ചാ മേടിച്ചു കുടിച്ചോണ്ട് പോയാ മതി. ഓ, ചായ തേങ്ങ കൊല ഞാൻ കാണിച്ചു തരാം. എന്താ അല്ല, ഇവിടെ ഓല വഴിച്ചെന്ന് പറഞ്ഞതാ. ആ ഇന്നും ഉണ്ടോ പെണ്ണ് കാണൽ? നന്ദിനി, അമ്മായി ഇവിടെ ഇല്ലേ? കണിയനോട് പോയി ചോദിക്കൂ, ഒന്നിരിക്കുന്നു രാവിലെ. ഭയങ്കര സ്റ്റൈല് തന്നെ പെണ്ണിന്. അമ്മായി, ചായ കുടിക്കാൻ ഒരാളൂടി ഉണ്ട് കേട്ടോ. അച്ഛതനോ? കണ്ടിട്ട് കുറെ ദിവസം ആയല്ലോ. എന്ത് പറയാനേ അമ്മായി, ഓരോ പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളുമായിട്ട് ഇങ്ങനെ നടക്കുന്നു. ആ, എന്തായി മോനെ നിന്റെ ജോലിയുടെ കാര്യം? ദൈവം സഹായിച്ച് ഇതുവരെ ഒന്നും ശരിയായിട്ടില്ല. എന്താ ഇത്ര ചിരിക്കാൻ? തമാശ കേട്ടതുപോലെ. നീ ഇപ്രാവശ്യം ജയിച്ചില്ലോടി. അമ്മായി എവളെ 7 പ്രാവശ്യം എഴുതിയില്ലേ? ഇതുവരെ ജയിച്ചില്ലേ? എവിടെ ജയിക്കാൻ? ഇവള് പാസ്സായ ഞാൻ തിരുപ്പതി പോയി തല മുണ്ടനം ചെയ്യാന്ന് വരെ നേർന്നതാ. അതുകൊണ്ടും രക്ഷയുണ്ടായില്ല. രക്ഷയുണ്ടായി. അമ്മായിയുടെ തല രക്ഷപ്പെട്ടല്ലോ. ആ, അത് നേരാ. അമ്മ ഇനി ഇക്കാര്യം നാട്ടിൽ ആരോടും പറയാൻ ബാക്കിയില്ലല്ലോ. കേട്ടാ തോന്നും അമ്മ വലിയ IAS ആണെന്ന്. ആ കാപ്പി അച്ഛന് കൊടുക്കടേ. വേറെ ഒഴിച്ചു കൊടുത്താ മതി. ദേ, ഞാനിന്ന് വെച്ചു തന്നാലുണ്ടല്ലോ. ഇതിനെയൊക്കെ വല്ലവന്റെയും കൂടെ ഇറക്കി വിടാന്ന് വെച്ചാ അങ്ങനൊരു പ്രാന്ത് കേട്ടില്ലേ? തല പോയാലും ഗൾഫിൽ ജോലിയുള്ള ഒരുത്തന്റെ കൂടി അല്ലാതെ ഇവൾ അയക്കത്തില്ല പോലും. ഡോക്ടറും വേണ്ട, എഞ്ചിനീയറും വേണ്ട. അല്ല, 1-2 ഗൾഫുകാർ കല്യാണാലോചനയായിട്ടൊക്കെ വന്നിരുന്നു എന്ന് കേട്ടല്ലോ. ഒന്നും ശരിയായില്ല മോനെ. ഏതോ അസൂയക്കാര് മുടക്കിയതാണെന്നാ പറയുന്നത്. ആട്ടെ, ഇപ്പൊ വേറെ വല്ല ആലോചന ഉണ്ടോ? ആ, അടുത്ത ബുധനാഴ്ച പുതുക്കാട്ടിൽ നിന്നൊരു ആലോചന വരുന്നുണ്ട്. എവിടുന്ന? പുതുക്കാട്ടിന്ന്. വലിയ തറവാട്ടുകാരാണത്രേ. ചെറുക്കൻ ദുബായിലാ. ഈ പുതുക്കാട്ട് പാർട്ടിയുടെ വീട്ടുപേരറിയാമോ? എന്തോ പറഞ്ഞു. എന്തെന്നാടി അവരുടെ വീട്ടുപേര്? വടക്കേ ചേളകത്ത്. ആ, അതെ. ഒക്കെ കാണാതെ പിടിച്ച് വെച്ചിരിക്കല്ലേ. നിന്റെയൊക്കെ യോഗം അടി. വടക്കേ ചേളകം. ഇയാളെ ഏത് നേരത്തെ ദൈവം സൃഷ്ടിച്ചോ എന്തോ. മഞ്ഞണിക്കൊമ്പിൽ കിങ്ങിണിക്കൊമ്പിൽ തുണയവിടെ ഇണയവിടെ തുണയവിടെ സിന്ദൂര കുറു. എന്റെ പൊന്നു കുഞ്ഞുങ്ങളെ, മണി 2 ആയില്ലേ? എനിക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ? ഒരു 5 രൂപ കൊടുക്കും. വയറ് നിറച്ചു പോയി കഴിച്ചോ. ദേ, മനുഷ്യനെ ഒരുമാതിരി കളിപ്പിക്കുന്നതിനൊക്കെ ഒരു പരിധിയൊക്കെ ഉണ്ട്. ഒന്നുകിൽ നിങ്ങൾ എനിക്ക് എന്റെ കാശിത, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാം കൂടെ ചേർന്ന് എന്റെ തല്ലിക്കൊല്ല്. പണം പിരിഞ്ഞിട്ടാണ് മാഷ പറഞ്ഞിടുവാന്നുള്ള ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ലേ? മാഷ എന്താ അങ്ങനെ പറഞ്ഞു? അതെന്താ അങ്ങനെ പറഞ്ഞു? ഗാനമേള കഴിഞ്ഞിട്ട് ഇന്നേക്ക് 15 ദിവസമായി. പിരിഞ്ഞു കിട്ടിയ കാശ് നിങ്ങളെല്ലാം കൂടെ ചേർന്ന് വെള്ളം അടിച്ച് നശിപ്പിച്ചല്ലേ? എവിടെ പിരിഞ്ഞിട്ടി? മാഷ് ഗാനമേള തുടങ്ങി അവസാനിപ്പിക്കുന്നവരെ ആളുകൾ നിർത്താതെ കൂവല്ലായിരുന്നു. അത് ശരിയാ. ടിക്കറ്റ് മുഴുവൻ കടമായിട്ടല്ലേ കൊടുത്തത്. മാഷിന്റെ ഗാനമേളയുടെ ഭംഗി കാരണം ഒരുത്തരം കാശ് തന്നില്ല. അല്ല, അത് പിന്നെ സംഗീതവാസനയില്ലാത്ത മരങ്ങോടന്മാരുടെ ഇടയിൽ കിടന്ന് പാടിയതിന്റെ ശിക്ഷ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. മാഷിനിപ്പോ നാട്ടിൽ പോയിട്ട് വലിയ അത്യാവശ്യ കാര്യമൊന്നുമില്ലല്ലോ. അല്ല, ദൈവം സഹായിച്ച് ഭാര്യ ഉപേക്ഷിച്ചു പോയി. പിടക്കോഴികളുമില്ല.
മാഷ് കുറച്ചു ദിവസം ഇവിടെ തന്നെ നിന്നാൽ പല ഗുണങ്ങളും ഉണ്ടാവും. ആർക്ക് ഗുണം? മാഷിനും ഞങ്ങൾക്കും. മനസ്സിലായില്ല. മാഷ് അന്യനാട്ടുകാരനായതുകൊണ്ട് എന്റെ അമ്മാവന് ആളെ പിടികിട്ടത്തില്ല. ഞങ്ങളുടെ കല്യാണം കലക്കി ഗ്രൂപ്പിൽ മാഷിന് പല വിലപ്പെട്ട സംഭാവനകളും ചെയ്യാൻ കഴിയും. കല്യാണം കലക്ക് ഗ്രൂപ്പ് കാര്യം എന്താന്ന് വെച്ചാൽ ഞങ്ങളൊന്ന് തെളിച്ചു പറ. എല്ലാം പറയാം. അതിന് മുമ്പ് നമുക്കെല്ലാം കഴിക്കാം. അത് കൊള്ളാം. നീ ഇനി വല്ലതും കഴിച്ചിട്ടാവട്ടെ. ഒന്ന് പെട്ടെന്ന് എടുത്തോണ്ട് വാമോളെ. നല്ല കിളികിളി പോലത്തെ ചെറുക്കൻ. ഭാഗ്യമുണ്ടെങ്കിൽ നടക്കും. അല്ല പിന്നെ പുറത്താരാ വന്നിരിക്കുന്നത് അമ്മാവ? അത് എന്റെ കുറച്ച് കൂട്ടുകാരാ. നന്ദിനി കുളിച്ചൊരുങ്ങിയിട്ടുണ്ടല്ലോ. പെണ്ണ് കാണലായിരിക്കും. അച്ഛാ, വേണ്ടാത്ത കാര്യങ്ങളൊന്നും നീ അന്വേഷിക്കണ്ട. അവര് കല്യാണാലോചനയ്ക്ക് വന്നവര് തന്നെയാ. പക്ഷെ ഇക്കാര്യം നീ നാട്ടുകാരോട് പറയരുത്. ദുഷ്ടന്മാരാ. പല നല്ല ആലോചനകളും അവർ മുടക്കിയിട്ടുള്ളതാ. അയ്യോ, ഞാൻ ആരോട് പറയാനാ അമ്മാവ? ഇങ്ങോട്ട് കൊടുക്ക. മാറങ്ങട് ഓളെ. പേടിക്കണ്ട. ഈ വാച്ചിന്റെ അലാറം അടിച്ച മണി 11:30. ഓരോ അരമണിക്കൂർ വിട്ടും മണി അടിച്ചോണ്ടേയിരിക്കും. മനുഷ്യന്റെ ഓരോ കണ്ടുപിടുത്തങ്ങളേ. ചുമ്മാതല്ല, ഈ വാച്ചിന്റെ വില 8000 ഉറുപ്പികയാ. അങ്ങോട്ട് വെച്ചാ അങ്ങോട്ട് അവിടെ അവിടെ പേരെന്താ? പറഞ്ഞു കൊടുക്കുമോളെ. നന്ദിനി. സമയം ഒരുപാടായല്ലോ. ഇവന്മാര് കല്യാണം ഉറപ്പിച്ചിട്ട് ഇറങ്ങുന്നാ തോന്നുന്നത്. ദാ വരുന്നുണ്ട്. പറഞ്ഞല്ല ഓർമ്മയുണ്ടല്ലോ. മണ്ണത്ര ഒന്നും വിളിച്ച് പറഞ്ഞേക്കരുത്. അല്ല ഞാനേറ്റ്. അവന്റെ ഒരു പ്രേമം ശരിയാക്കൂടാ. നടക്കടാ അങ്ങോട്ട്, നടക്കടാ അങ്ങോട്ട്. നിന്റെ പ്രേമം നീ നിർത്തടാ. ആ തങ്കപ്പനാരുണ്ട് അതിനകത്ത്? ഇല്ല, വീട്ടിലുണ്ട്. എന്താ? അത് ഞാൻ അയാളോട് പറഞ്ഞോളാം. നടക്കടാ അങ്ങോട്ട്, നടക്കടാ. ചൊല്ലും വിളിയില്ലാതെ വളരുന്ന പെമ്പിള്ളാര് കണ്ണു കാണിച്ചെന്നും പറഞ്ഞ് നീ ഇവിടെ പ്രേമലേഖനം എഴുതും അല്ലേടാ? തങ്കപ്പനാരുടെ മോളല്ല, ഇനി ദിവാന്തേൽക്കാരുടെ മോളായാലും ശരി. നാറിത്തരം കാണിച്ചാ ഞാൻ ചോദിക്കും. നടക്കടാ അങ്ങോട്ട്. ഇങ്ങോട്ടല്ല, അങ്ങോട്ട് നടക്കടാ. അങ്ങനെ ഇന്ന് ഞാൻ ശരിയാക്കും. ഒരു പ്രേമം. ഇന്ന് വന്നേ. എന്താ പ്രശ്നം? എനിക്കെന്ന് പറഞ്ഞൂടാ. ഇവിടുത്തെ ആ പെങ്കൊച്ചില്ലേ നന്ദിനി, ശേരമുള്ള ചേട്ടന്റെ മോന് പ്രേമലേഖനം കൊടുത്തെന്നോ അവർ ഒളിച്ചോടാൻ പ്ലാൻ ഇട്ടെന്നോ വേറെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നോ. ശേഖരമുള്ള ചേട്ടൻ ആ ഒരു ചൂടനാണേ. ഞാൻ പോട്ടെ, സമയമില്ല. വണ്ടി വിടും. വില കുറച്ച് കുറഞ്ഞാലും ബസ് ഇപ്പൊ വിൽക്കാമെന്ന് വിചാരിച്ചത് ഇഷ്ടമുണ്ടായിട്ടല്ല. ഞങ്ങളുടെ എല്ലാ ഐശ്വര്യങ്ങളുടെയും കാരണം ഈ ഒറ്റ ബസ്സാണ്. മുത്തച്ഛന്റെ കാലത്ത് വാങ്ങിച്ചതാ. അപ്പോ ഒരുപാട് പഴക്കണ്ടാവൂലേ? മണ്ണും വണ്ടിയും എപ്പോഴും പഴയതാ നല്ലത്. അതിനെക്കുറിച്ച് വിവരമില്ലാത്തത് കൊണ്ടാ നിങ്ങൾ ഇപ്പൊ ഈ ചോദ്യം ചോദിച്ചത്. നോക്കിയും കണ്ട് നടത്തിയാൽ നഷ്ടം വരില്ല. നല്ല റൂട്ട്, വിശ്വസ്തരായ ജോലിക്ക, ഇത് രണ്ടും ശരിയായാൽ ബസ് ഒരിക്കലും ഒരു നഷ്ടമല്ല. റൂട്ടെന്ന് പറഞ്ഞാൽ ആ നാട്ടിൽ വേറെ ബസ്സില്ല. പിന്നെ മേൽനോട്ടം, അതിനിപ്പോ ഞാനുള്ളത് കൊണ്ട് അങ്ങനെയും ഒരു ബുദ്ധിമുട്ടില്ല. വേണ്ടും വിധം സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്താൽ ഞാൻ അതിശോക്തി പറയല്ല. മനുഷ്യനേക്കാൾ വിശ്വസ്തനാണ് ഈ ബസ്. നല്ല മുഖലക്ഷണുണ്ട്. ആർക്ക്? വണ്ടിക്ക്. എന്താച്ചാ ഉറപ്പിച്ചോ? അത് അങ്ങനെ അങ്ങ് ഉറപ്പിച്ചു. ഇതാ തങ്കപ്പൻ നായർ. അച്ഛാന്ന് വിളിച്ചതുകൊണ്ട് മകനാണെന്ന് മനസ്സിലായി. എന്ത് ചെയ്യണു? അവനങ്ങ് ഗൾഫിലാ. ഗൾഫിൽ എന്ത് ചെയ്യണു? എനിക്ക് സ്വന്തമായി ബിസിനസ്. എനിക്കിവിടെ 2-3 ഫ്ലാറ്റുകളുണ്ട്, ബെൻസ് കാറുണ്ട്, സ്വന്തം ബോട്ടുകളുണ്ട്, കപ്പലും ഉണ്ട്. കണ്ടാ തോന്നില്ലല്ലേ? സത്യത്തിൽ ഇവൻ ഗൾഫിൽ പോയത് കൊണ്ടാ ബസ് വിൽക്കാമെന്ന് വെച്ചത്. ആണായിട്ടും പെണ്ണായിട്ടും ഇവൻ ഒരുത്തനേ ഉള്ളൂ. ഞാൻ അകത്തേക്ക് ചെല്ലട്ടെ. കുവൈറ്റിൽ നിന്ന് 10-15 ഫോൺ കോൾ വരാനുണ്ട്. ചെല്ലേ. വിളിക്കുന്നവരോട് മറുപടി പറഞ്ഞ് ഞാൻ തോറ്റു. മകൻ കല്യാണം കഴിച്ചതാണോ? ഹേയ് അല്ല, ആലോചനകൾ പലതും വരുന്നുണ്ട്. പക്ഷേ ഒന്നും അങ്ങ് മനസ്സിൽ പിടിക്കുന്നില്ല. അപ്പോ ഞങ്ങൾ പോയിട്ട് ഇനിയും വരാം. ആയിക്കോട്ടെ.
ഏതായാലും ബസ്സുമായിട്ടുള്ള ബന്ധം ഉറച്ചു. ഇനിയും പുതിയ പുതിയ ബന്ധങ്ങൾ പലതും ഉറപ്പിച്ചാൽ കൊള്ളാമെന്നുണ്ട്. വിശദമായിട്ട് പിന്നീട് പറയാം. അപ്പോ ഞങ്ങളങ്ങോട്ട് വരട്ടെ.